ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ 10,000 രൂപ റേഞ്ചിൽ പുതിയൊരു ഫോൺ കൂടെ വന്നിട്ടുണ്ട്. റെഡ്മിയുടെ 14C5G എന്ന മോഡലാണ്. ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഫോൺ മെയിനായിട്ട് 3 വേരിയൻറ്റിൽ വരുന്നുണ്ട്. അതായത് ഒന്ന് 4GB 64GB, ഇതിൻ്റെ പ്രൈസ് 9,999 ആയിട്ടാണ് വരുന്നത്. സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള 4GB 128GB വേരിയൻ്റെ പ്രൈസ് 10,999. അതുപോലെ ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 6GB 128GB വേരിയൻ്റെ പ്രൈസ് 11,999 ആയിട്ടാണ് വരുന്നത്. സോ ഒരു 10K റേഞ്ചിൽ വരുന്നൊരു മോഡൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസൈനാണ്. ബാക്ക് ഗ്ലാസ് ബാക്ക് ആയിട്ടാണ് വരുന്നത്. ഒരു കോമൺ ആയിട്ടുള്ള ഒരു സർക്കിൾ ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുള്ളത്. 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഒരു പർപ്പിൾ, ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ബ്ലൂ കളർ കൂടെ വരുന്നുണ്ട്. 8.2 തിക്നെസ് കൊടുത്തിട്ടുണ്ട്. 205 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. IP52 IP റേറ്റിംഗ് ഒക്കെ തന്നെ വരുന്നുണ്ട്. സൈഡ് മൗണ്ട് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. 3.5 ഓഡിയോ ജാക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഡിസൈൻ വൈസ് അത്യാവശ്യം നല്ല ഡിസൈനാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻ അല്ലെങ്കിൽ ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. കാണാനും കുഴപ്പമൊന്നുമില്ല. എല്ലാ ഫോണിൻ്റെ ഡിസൈൻ ഒരുപോലെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഇതിനെപ്പറ്റി വേറെ പറയാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ അല്ലെങ്കിൽ എല്ലാ ഫോണിലും വരുന്ന ആ ഒരു കോമൺ ആയിട്ടുള്ള ഡിസൈൻ, ഗ്ലാസ് ബാക്ക് വരുന്നുണ്ട്. സോ ബെറ്റർ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.88 ഇഞ്ച് വരുന്ന HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. നോച്ചിലാണ് സെൽഫി ക്യാമറ ഒക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. സോ പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂൾ ഇപ്പോഴും വരുന്നില്ല റെഡ്മി ഫോണിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. മോട്ടോള മാത്രമേ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നീട് 600 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്നുണ്ട്. പക്ഷേ ഫുൾ HD ഡിസ്പ്ലേ ഇതിന് വരുന്നില്ല. അതിന് മോട്ടോള ഫോൺ തന്നെ വേണം. ഇവിടെ HD മാത്രമേ 720 റെസൊല്യൂഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. സോ ഡിസ്പ്ലേ വൈസ് ഒരു നോർമൽ ഡിസ്പ്ലേ ആയിട്ടാണ് തോന്നിയത്. ഈ ഒരു റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഇൻ ക്ലാസ് ആയിട്ട് ഡിസ്പ്ലേ സെറ്റപ്പ് എന്തായാലും ഈ ഒരു ഫോണിന് വരുന്നില്ല. ദെൻ ഇതിൻ്റെ ക്യാമറയാണ് 50 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. പിന്നെ സെക്കൻഡറി ആയിട്ട് ഡെപ്ത് സെൻസർ ആണോ ഓക്സിലറി സെൻസർ ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തില്ല. സോ എന്തായാലും ഒരു സെക്കൻഡറി ആയിട്ടുള്ള ക്യാമറ എന്തായാലും ഇതിന് വരുന്നുണ്ട്. സോ അത് യൂസ്ഫുൾ അല്ലാത്ത ക്യാമറ കൂടിയാണ്. സെൽഫി ക്യാമറ ആണെങ്കിൽ 8 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. റിയർ ക്യാമറയിൽ ഫുൾ HD 13 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ 4K സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബാക്കി ഒരു ഫോണിൽ 4K വരുന്നുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഒരു നോർമൽ ആയിട്ടുള്ള ക്യാമറ മാത്രമാണ്. നോർമൽ ഈ ഒരു റേഞ്ചിൽ ബാക്കിയുള്ള ഫോണൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് എടുക്കാൻ വേണ്ടി പറ്റും. വീഡിയോഗ്രാഫി 1080p മാത്രമേ കിട്ടുന്നുള്ളൂ. ദെൻ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. കോൾകോം സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന ചിപ്സെറ്റ് ഇതിന് വരുന്നുണ്ട്. ആൻഡ് സ്കോർ ഒക്കെ ആണെങ്കിൽ ഒരു 4,50,000 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ഫോൺ എന്തായാലും കിട്ടുന്നുണ്ട്. LPDDR4X RAM UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 15 ഇതിൽ വരുന്നില്ല. ഹൈപ്പർ വോയിസ് ആയിട്ടാണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 14 മാത്രമാണ്. സോ 15 ഇതിൽ വരുന്നില്ല. ബട്ട് 2 വർഷത്തേക്കുള്ള മേജറായിട്ടുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവിടെ ഷവമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്നാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേണമായിരുന്നു. കാരണം ബാക്കി ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന സമയത്ത് ചില ഫോൺസ് ഇറങ്ങാൻ വേണ്ടി പോകുന്ന ഫോൺസിൽ ഈ പറഞ്ഞ സംഭവം വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് വരുന്നുണ്ട്. സോ ഇതിലത് വരുന്നില്ല. കുഴപ്പമൊന്നുമില്ല. പിന്നീട് ഇതിൻ്റെ ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 5160 mAh ബാറ്ററി വരുന്നുണ്ട്. 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. പക്ഷേ ബോക്സിനകത്ത് 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് എന്തിനോ കൊടുത്തിട്ടുണ്ട്. അറിയത്തില്ല, അത് എനിക്ക് തോന്നുന്നു 18 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാവില്ല. 33 ഇങ്ങനെ കുറേ ഉണ്ടാവും, സ്റ്റോക്ക് ഉണ്ടാവും. അപ്പം ഇതിൻ്റെ അപ്പുറമൊക്കെ കൊടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും. എന്തായാലും 33 വാട്ട് ഒരു 2,000 രൂപ വെറുത്തുള്ള ഒരു ചാർജറിൽ നിന്ന് വരുന്നുണ്ടെന്ന് അവർ ഹൈലൈറ്റ് ആയിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ ബാക്കി ഏതെങ്കിലും ഫോൺ 33 വാട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. എന്നല്ലാതെ വേറെ ഉപയോഗമൊന്നുമില്ല. വെറുതെ അവിടെ വെക്കാമെന്നില്ല. 33 വാട്ടിൻ്റെ ചാർജർ ഉണ്ട് എന്ന് പറയാൻ സപ്പോർട്ട് ചെയ്തില്ല. അപ്പം ഓവറോൾ ആയിട്ട് ഈ ഒരു 10K റേഞ്ചിലെ ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ 64GB വേരിയൻ്റ് ആണ് ഈ ഒരു 10K റേഞ്ചിൽ വരുന്നത്. 128GB വേരിയൻ്റ് വരുന്നില്ല. പിന്നീട് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ വരുന്നില്ല. സോ അത് മോട്ടോള ഫോണിന് മാത്രമേ ഫുൾ HD വരുന്നുള്ളൂ. ബാക്കിയെല്ലാം HD തന്നെയാണ്. സോ അതുകൊണ്ട് അതൊരു വലിയ കുഴപ്പമായിട്ട് പറയാനില്ല. എന്നാലും ബാക്കി ഫോൺസൊക്കെ നോക്കുന്ന സമയത്ത് അതൊരു കുഴപ്പം തന്നെയാണ്. ബാക്കിയല്ല, ഒരു ഫോൺ നോക്കുന്ന സമയത്ത് മോട്ടോള G35 5G എന്ന മോഡൽ വരുന്നുണ്ട്. പിന്നീട് ക്യാമറ അത്യാവശ്യം ഈ റേഞ്ചിലെ ബാക്കിയുള്ള ഫോൺ പോലെ തന്നെ നല്ല ക്യാമറ വരുന്നുണ്ട്. നല്ല പെർഫോമൻസ് ഇതിന് എന്തായാലും വരുന്നുണ്ട്. നല്ല ബാറ്ററി ലൈഫ് വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് നോർമൽ സെറ്റപ്പ് തന്നെയാണ് ഇത് വരുന്നത്. സോ ഒരു നല്ലൊരു ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള മോഡലല്ല, എന്നാലും കുഴപ്പമില്ലാത്ത നല്ലൊരു ഫോൺ തന്നെയാണ്. എന്നാലും വാല്യൂ ഫോർ മണി ഫോൺ എന്നൊക്കെ പറയാം. എല്ലാ റേഞ്ചിലും കുഴപ്പമൊന്നുമില്ല. സ്പെസിഫിക്കേഷൻസൊക്കെ ഓക്കെയാണ്. അത്യാവശ്യം നല്ലൊരു ഗുഡായിട്ടുള്ള നല്ലൊരു മോഡലായിട്ടാണ് തോന്നിയത്. എന്തായാലും ഒരു ടോപ്പ് 5 ഫോൺസൊക്കെ എടുത്തു കഴിഞ്ഞാൽ 10K റേഞ്ചിൽ എന്തായാലും ഈ ഒരു ഫോൺ എന്തായാലും അതിൽ ഉണ്ടാകുന്നതായിരിക്കും. അതിന് നോ ഡൗട്ട്.
അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.